ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ് ചക്കക്കൊട്ട. അപ്പോൾ അതുണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന 3/4 കപ്പോളം ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അധികം കൂഴച്ചക്ക എടുക്കരുത്, നമ്മൾ വരിക്കച്ചക്കയാണ് എടുത്തേക്കുന്നത്. ഇനി ചക്കയും ശർക്കര നീരും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മിശ്രിതം കുറച്ച് നേരം അടുപ്പിൽ വെച്ച് നന്നായി തിളക്കാൻ അനുവദിക്കുക. തിളച്ച് വരുന്ന ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പോളം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ശർക്കരയും ചക്കയും നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി വരട്ടിയെടുക്കണം. വെള്ളത്തിൻ്റെ അംശം കുറച്ച് നന്നായി വെന്ത് ഉടഞ്ഞു വരുന്ന പാകം വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മിശ്രിതം നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. രുചിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് വിടാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും ഏലക്കാപ്പൊടിയും ഇതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ആറാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ ചക്ക ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. ഇതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് അരിപ്പൊടി, ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനെല്ലാം എടുക്കുന്ന പൊടിയാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് ഇട്ട് ഉപ്പും അരിപ്പൊടിയും കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം അല്പമായിട്ട്, ഒറ്റയടിക്ക് മുഴുവൻ ഒഴിക്കരുത്, അല്പമായി ഒഴിച്ച് ഒന്ന് കുഴച്ച് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് കുഴച്ച് എടുക്കാം. ഇപ്പോൾ മാവ് ഏകദേശം ഒരു കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചക്ക അടിച്ച് പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. ആ പ്യൂരിയായ ചക്കയും കൂടി ഒഴിച്ച് ഈ മാവ് നന്നായി യോജിപ്പിച്ച് ഉരുട്ടി ഇടിയപ്പ പരുവത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ നമ്മുടെ മാവ് പരുവായിട്ടുണ്ട്. ഇനി ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ പരത്തുന്നത് പോലെ നമ്മൾ ഉള്ളം കൈയിൽ അല്പം വെള്ളം തടവി നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയ മാവിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചക്ക ഫില്ലിംഗ് വെച്ച് നന്നായി പൊതിഞ്ഞ് ഒരു ബോൾ രൂപത്തിലേക്കാക്കി മാറ്റാം. ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ മാവുകളും നമുക്ക് ഫില്ല് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ചക്കക്കൊട്ട പുഴുങ്ങാനായിട്ട് ഒരു ഇഡ്ഡലിച്ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിൻ്റെ അരിപ്പത്തട്ടിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. വെള്ളം തിളച്ച് തട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കൊട്ടകൾ ഓരോന്നോരോന്നായി അതിൽ നിരത്തി അടച്ചു വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റോളം ആവി കയറ്റി എടുക്കാം. ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് അപ്പച്ചെമ്പ് തുറന്ന് നോക്കാം. അങ്ങനെ സ്വാദിഷ്ടവും രുചികരവുമായിട്ടുള്ള നമ്മുടെ ചക്കക്കൊട്ട തയ്യാർ. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.